ഗുഡ് ഈവനിങ്. എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ പ്രവർത്തിച്ച ഒരു സിനിമയാണ് ARM. നമ്മുടെ മലയാള സിനിമയിൽ 100 ദിവസത്തിൽ കൂടുതൽ ഓടുകയും അതുപോലെ 125 ക്രോസിന് മുകളിൽ കളക്ട് ചെയ്യുകയും ചെയ്ത അഭിമാനമായ ARMന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഈ ഒരു ടീമിന് മുന്നോട്ട് വളരെ നല്ല പ്രോജക്റ്റുകൾ ചെയ്ത് പോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ ഇതിൽ ഞാൻ കാവുമ്പായി സുതാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളരി അഭ്യാസിയുടെ ഒരു വേഷമായിരുന്നു ചെയ്തത്. അതിന് എന്നെയും ടോവിയും കളരി അഭ്യസിപ്പിച്ച ഗുരുക്കൾ ഇവിടെയുണ്ട്, ശിവകുമാർ ഗുരുക്കൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് മൊത്തത്തില്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം. ഇനിയും ഒരുപാട് മുന്നോട്ട് പ്രോജക്റ്റുകൾ ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷം, അതിയായ സന്തോഷം. ഇതുപോലുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ARM മതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ്. ജിതിൻ എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ്. അത് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും ARMനുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടൊവിനോയ്ക്കും ബേസിലിനും അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ആന്റണി ചേട്ടനുള്ള മൊമെന്റോ നൽകാനായിട്ട് ബ്ലെസ്സി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആൻജിയുടെ ഒരു കാര്യം ചോദിക്കാനുള്ളായിരുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എമ്പുരാന്റെ റിലീസിന് തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? അല്ല, ഒരു ആഗ്രഹമുണ്ട്. അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ടില്ല. കാണണ്ടേ എമ്പുരാന് മുമ്പ് ലൂസിഫർ?
ഒരുപാട് സന്തോഷം വീണ്ടും ഒരു വലിയ ഹിറ്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ഇത് വളരെ കറക്റ്റായിട്ടൊരു ടീം വർക്ക് ആണ്. അതായത് എന്താണ് പാട്ടിൽ വരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഡയറക്ടർ ജിതിനും റൈറ്റർ സുജിത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ദിവുജി അതിന് വളരെ കറക്റ്റായിട്ടുള്ളൊരു ആ സിനിമ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടൊരു സംഗീതം അവിടെ ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ അതിനോട് ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് അത് ഇങ്ങനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളോടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ സിനിമ കണ്ടിട്ടാണ് ഇതിലെ അങ്ങുവാനക്കോഴി എന്നുള്ള പാട്ട് ആക്ച്വലി ആളുകൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് സിനിമ കണ്ടതിന് ശേഷം ആളുകൾ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നുള്ള ഒരു വലിയൊരു സന്തോഷം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടായി. എന്തായാലും എല്ലാവർക്കും താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ചിത്രം 125 കോടി കളക്ട് ചെയ്യുക, 100 ദിവസം പിന്നിടുക, അതിൻ്റെ ഭാഗമാകാൻ കഴിയുക, ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്, പ്രേക്ഷകരുടെ പിന്തുണയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ചിത്രം കണ്ടവര് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ളവര് ഈ ചിത്രത്തിന്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ ചിത്രത്തില് എന്നെ ക്ഷണിച്ചത് ജിതിൻ ലാലാണ്. 2 വേഷങ്ങൾ അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. രണ്ടിനെയും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വേഷം കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് ജിതിൻ എന്നോട് പറഞ്ഞു. അത് ശരിയായിരുന്നു എന്ന് ചിത്രം തെളിയിച്ചു. ഈ ചിത്രത്തില് ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്, ടൊവിനോടൊപ്പം റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, ടൊവിനോടൊപ്പം ബേക്കൽ ഫോർട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം ഇതിന്റെ കോണ്ടന്റ് ആണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും. കാരണം ജിതിനെ സംബന്ധിച്ചിടത്തോളം ജിതിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു പാഷനാണ്, എല്ലാമാണ്. സുജിത്ത് എന്ന റൈറ്ററെ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ തിരശ്ശീലയിൽ സൃഷ്ടിക്കാൻ ജിതിന് കഴിഞ്ഞു. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയൂ. ലിസ്റ്റിൻ സ്റ്റീഫനും UGMലെ ഡോക്ടർ സക്കറിയും കൂടി ഇതിന്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായി മാറി. ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇതില് മേക്കപ്പിന്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു. റോണക്സിന്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിന്റെ എൻറ്റയർ ക്രൂ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം, അത് ഞാനിവിടെ നന്ദിയോട് ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ യൂണിറ്റിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. ആ സ്വപ്നം ജിതിൻ ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഒരു ദിവസം റിലീസായ 2 ചിത്രങ്ങൾ ARM-ഉം കിഷ്കിന്ധാകാന്ഡവും, 2ലും വ്യത്യസ്തമായിട്ടുള്ള 2 വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഓണക്കാല റിലീസുകളിൽ 2 സൂപ്പർ ഹിറ്റുകൾ, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ. പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു, എന്നെ വിമർശിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു, എന്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഒരു കലാകാരന് ഏറ്റവും വേണ്ടത്. ഞാൻ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എന്റെ ഇന്നത്തെ ഈ ക്യാരക്ടറുടെ ഉള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ്. അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എന്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. സക്സസ് പാർട്ടി ഇതിന്റെ തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാർ, ശിഷ്യ തോക്കസ, ഷീലു എബ്രഹാം മാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ജഗദീഷ് ഏടൻ, രാകേഷ് സാർ, സുരേഷ് ഞങ്ങൾ നേരത്തെ വിളിച്ചു.
Siju Wilson is there? Siju Wilson, please join. Naren, join. And Sanju, you can also come be a part of it. Yeah. One more. ഒരു സെക്കൻഡ് ശിയോതി വിളക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ശിയോതി വിളക്ക് ഇതാണോ കത്തിക്കുന്നതെന്ന് ചോദിച്ചത്. ശ്രീ ഹരീഷ് ഉദ്ധവൻ sir, I didn't see you. A round of applause for this extremely talented artist, Sri Harish Uddhaman. ഒരു നല്ല കൈയടി everyone please. ശ്രീ സോണി കറ്റാനം, ശ്രീ സാജു കവിത, പാർവതി ചേച്ചി, അതോടൊപ്പം തന്നെ രജീഷ, പ്ലീസ് ജോയിൻ. യാ പ്ലീസ്, രജീഷ വിജയൻ. പാർവതി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. യെസ്, ഷീസ് there, യെസ്. Steffi is here, Steffi Xavier is here. Baduka is here. എല്ലാരും വെറ്റത്തിന്റെ ഇതില് നിസ്താർ സെയ്ദ്, ഷമീർക്ക് എവിടെ ഉണ്ട്? എഡിറ്റർ ഷമീർ മുഹമ്മദ് ഷമീർ ഗൈസിയ, പ്ലീസ് കം ഫോർവേഡ്. ശ്രീ കണ്ണൻ താമരക്കുളം, ആൻഡ് ആർട്ടിസ്റ്റ് ക്രൂ ഓഫ് ARM ആക്ടേഴ്സ് ക്രൂവിലുള്ളവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ജോയിൻ ചെയ്യുക. ജിതിൻ പുത്തഞ്ചേരി, അനീഷിലൂടെ കണ്ടത് കറക്റ്റ്, അനീഷ് ഗോപാൽ, വിജുകുടൻ ചേട്ടനുണ്ടോ ഇവിടെ? ശ്രീ സന്തോഷ് കീഴാറ്റൂർ, ശ്രീ ശിവജിത്ത്. ഒരു ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. സോ യെസ് പ്ലീസ്. ശിവജിത്ത്, ശ്രീ ശിവരാജ്. വളരെ കഷ്ടപ്പെട്ട് ടോയ് കൊണ്ടുപോയ സാധനം. അതാണ് സിനിമയുടെ ഒരു മാജിക്. എന്താ പറയാ, ഇത്രയും